കഴിഞ്ഞ 3 വർഷമായി ലേ ഓഫിലായിരുന്ന വിരുപ്പാക്കയിൽ സ്ഥിതി ചെയ്യുന്ന തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ല് തുറന്നു പ്രവർത്തിക്കുന്നതിനു മുന്നോടിയായി വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. മിൽ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യുടെ നേതൃത്വത്തിൽ നിയമസഭയിലും വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടും മറ്റും നടത്തിയ നിരവധിയായ ഇടപെടലുകളാണ് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. സംസ്ഥാന സർക്കാർ 30 കോടി രൂപ ചെലവഴിച്ച് മില്ലിൽ ആധുനികവത്കരണ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരുന്നു. ഫെബ്രുവരി 21-ന് പുതിയ ഹൈ ടെൻഷൻ കണക്ഷൻ ലഭിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മില്ലിലെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മിൽ ചെയർമാൻ ഡോക്ടർ KS കൃപാകുമാർ, മിൽ ഡയറക്ടറും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ എബി തോമസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൊയ്തു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മില്ലിലേക്ക് 3 മാസത്തേക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മില്ലിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് നൽകുവാനുള്ള 10 വർഷത്തെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക നൽകിയിട്ടുണ്ട്. ഇതുവഴി 76 പേർക്കാണ് വർഷങ്ങളായി നൽകാനുണ്ടായിരുന്ന ഗ്രാറ്റുവിറ്റി ഇപ്പോൾ നൽകിയത്. ബാക്കിയുള്ളവർക്ക് കൂടി ഗ്രാറ്റുവിറ്റിയും മറ്റു ആനുകൂല്യങ്ങളും നൽകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കോട്ടൺ ബോർഡ് വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മെഷീനുകൾ പ്രവർത്തിപ്പിച്ച് മില്ലിനെ ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. മില്ലിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങുവാൻ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, വിരുപ്പാക്കയിലെ സഹകരണ സ്പിന്നിംഗ് മില്ലിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ ഈ മില്ലിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുതുതായി കറണ്ട് കണക്ഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സന്തോഷ വാർത്ത. തീർച്ചയായിട്ടും കണക്ഷൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള എല്ലാവിധ പരിശോധനകൾക്കും ശേഷം നിലവിലുള്ള ഇവിടുത്തെ ട്രാൻസ്ഫോമറുകളെല്ലാം തന്നെ റിപ്പയർ ചെയ്ത് പുതിയവ ഇറക്കി ഇപ്പോൾ ഇതാ എല്ലാ പരിശോധനയ്ക്കും ശേഷം കണക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിരവധി RR ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒഴിവാക്കി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സാങ്ഷൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് എടുത്താണ് കമ്പനി തുറന്നു പ്രവർത്തിക്കുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ കുടിശ്ശിക ഗവൺമെൻറ് എഴുതി തെളിയിരുന്നു. ഇപ്പോൾ നമുക്ക് GST പുനഃസ്ഥാപിച്ചു. അതുപോലെ തന്നെ മറ്റ് നടപടികളെല്ലാം തന്നെ ഒഴിവാക്കി ആവശ്യാനുസരണം ഏകദേശം നമ്മുടെ പുതിയ യന്ത്രങ്ങൾ ഏകദേശം 30 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത പുതിയ യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 3 മാസം കമ്പനി പൂർണ്ണമായി ഓടിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മറ്റേ ആവശ്യമായ റോ മെറ്റീരിയൽസ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന അരിയറും അതുപോലെ തന്നെ മറ്റ് സംഗതികളൊക്കെ തന്നെ കുറേയേറെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. PF-ഉം ഗ്രാറ്റുവിറ്റിയും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികളായിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം കമ്പനിയുടെ ചെയർമാൻ എന്ന രീതിയിൽ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട കൃപകുമാർ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന രീതിയിൽ നമ്മുടെ സർക്കിൾ സഹകരണ യൂണിയൻ്റെ ചെയർമാനായി കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട NK പ്രമോദ് കുമാർ ഇതിൻ്റെ ആദ്യവസാനം ഇടപെട്ട് ഈ കാര്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. MD എബി തോമസ് അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിരന്തരമായി ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസക്കാലമായ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ സ്പിന്നിംഗ് മിൽ എന്നറിയപ്പെടുന്ന നമ്മുടെ വിരുപ്പാക്കയിലെ സ്പിന്നിംഗ് മിൽ വളരെ കൃത്യമായ ഉൽപ്പാദന രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി തന്നെ നേരിട്ട് അടുത്ത ദിവസം വന്ന് നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷകരമായ ഈ നിമിഷത്തിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കുന്നതോടുകൂടി കമ്പനിയെ പൂർണ്ണമായി ക്ലീൻ ചെയ്യാൻ കഴിയും. AI ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ സിസ്റ്റത്തിനകത്താണ് പൂർണ്ണമായും ഇപ്പോൾ വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലും അതിൻ്റെ കോമ്പൗണ്ടും എന്നതുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയുകയാണ്. അഭിമാനപുരസരം നമുക്ക് നമ്മുടെ മില്ലിനെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് ഉറപ്പിക്കാവുന്നതാണ്. ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, 24 മണിക്കൂറും ആംബുലൻസ് സർവീസ്, ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 8547024222.
കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.